കണ്ടെയ്നേഴ്സും ആയിരിക്കും. ഓക്കെ, ബയോഹസാർഡ്. അതിന്റെ ആൻസർ ബയോഹസാർഡ്. All the spillages should be discarded as dash labeled bags or containers. Biohazard കേട്ടോ. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ, spills should be reported to concerned staff for dash purpose. അത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ. ആൻസർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ അല്ലേ? ഡോക്യുമെന്റേഷൻ, അതെ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മോളെ. ഓക്കെ ഓക്കെ, താങ്ക് യു. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി കഴിഞ്ഞോ? ഞാൻ കുറച്ചു നേരമായി, ഞാൻ ഒരു 5 മിനിറ്റ് ആയി ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നിമിഷ നോട്ട് ഡിറ്റക്ട് ചെയ്യായിരുന്നു, അതന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഷീബ, എന്ത് പറ്റി? എന്റെ ക്ലാസ്സിൽ ലൈറ്റ് ആയിട്ടാണ് കയറിയത്. ക്വസ്റ്റ്യൻ തന്നായിരുന്നു ചെയ്യാനായിട്ട്, എന്റെ ആൻസർ എല്ലാം കിട്ടിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ആൻസർ കിട്ടിയില്ലായിരുന്നു. ഇന്നലെ മിസ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നലെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ നിമിഷം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ മിസ്സിന്റെ ഉണ്ടായിരുന്നു. വന്നിട്ടില്ലേ, കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ ഇന്നത്തെ ക്ലാസ്. തുടങ്ങി ഡയറ്ററി സർവീസ് തുടങ്ങി. ഓക്കെ. ഷീബ ഉണ്ടായിരുന്നില്ലേ ഇന്നലെ ക്ലാസ്സില്? ഉണ്ടായിരുന്നു മിസ്സേ, അല്പം ലേറ്റ് ആയിട്ടായിരുന്നു കയറിയത്. ഉണ്ടായിരുന്നു. ഇത് സിമ്പിൾ ആണ്. ഡയറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യൂലേ, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നല്ലേ, നിമിഷയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, എന്താണ് ഡയറ്ററി സർവീസ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാ പറഞ്ഞ്. നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പേഷ്യന്റിന്റെ ഡിസീസിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിന്റെയൊക്കെ കറക്റ്റ് ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് നോക്കും എന്താണ് ഡിസീസ് എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡാണ് കഴിക്കേണ്ടത്. അതൊക്കെ ഓരോ ഇൻഡിവിജ്വലിനെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ല, കോമൺ ആയിട്ടുള്ള ഒരു ഫുഡ് അല്ല കൊടുക്കുന്നത്. ഓരോരുത്തർക്കുടെ ഡിസീസ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഇതൊരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മെഡിസിൻ മാത്രം കഴിച്ചത് കൊണ്ട് രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു ഡയറ്റ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്, അത് പോയിന്റ് ഔട്ട് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ എന്താണ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഒരു നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ബാലൻസ് ഡയറ്റിൽ കൂടെ നമുക്ക് നേടാൻ പറ്റും എന്നാ പറയുന്നത്. പിന്നെ അടുത്ത ഒരു നല്ലൊരു മീൽ പ്ലാന് നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനും, പിന്നെ അതുപോലെ തന്നെ പല രോഗങ്ങൾ, ക്രോണിക് ഡിസീസ്, ഡയബറ്റിക്, കാർഡിയോ വാസ്കുലർ, അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആ റിസ്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റിൽ കൂടെ തന്നെ. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകളാണ് പറഞ്ഞത്. അത് ഓരോന്നിന്റെയും സംരക്ഷണം. ഇപ്പൊ നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡിയ ഡയറ്റ് പറഞ്ഞു. പിന്നെ അത് കിഡ്നിയുടെ ഇതുമായിട്ട് കിഡ്നിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റീനൽ ഡയറ്റ്, റീനൽ ഡയറ്റിന് പറയുന്ന മറ്റൊരു പേര് ഏതാ? കിഡ്നി ഡയറ്റ്. പിന്നെ അടുത്ത് ലോ സോഡിയത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഹൈ BP ഉള്ളവർക്കൊക്കെ ഡോക്ടർ കൊടുക്കുന്ന ഒരു ഇതാണ് ലോ സോഡിയം ഡയറ്റ്. പിന്നെ സോഫ്റ്റ് ഡയറ്റ്, സർജറിക്ക് ശേഷം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് എന്താണ്, സോഫ്റ്റ് ഡയറ്റാ പ്രിഫർ ചെയ്യുന്നത്. കട്ടിയായിട്ടുള്ള ഒരു ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല, ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കണം. പിന്നെ അടുത്ത ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് ഡയറ്റ്. നെക്സ്റ്റ് 6th ഹൈ പ്രോട്ടീൻ ഡയറ്റ്. പ്രോട്ടീന്റെ അളവ് കുറവുള്ളവർക്ക്
കുറച്ച് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണമൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറയും. അങ്ങനെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. പിന്നെ ലാസ്റ്റ് 7th വൺ ലിക്വിഡ് ഡയറ്റ്, ജ്യൂസി ആയിട്ടുള്ളത്, സൂപ്പോ ജ്യൂസൊക്കെ മാത്രം കഴിക്കുന്നത്, അങ്ങനെയുള്ള ഇതാണ് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഈ 7 ടൈപ്പ് ഓഫ് ഡയറ്റ് പറഞ്ഞു. പിന്നെ അതിന്റെ ലൊക്കേഷൻ ഡിസൈൻ, ലൊക്കേഷൻ ഏറ്റവും ഈ ഡിപ്പാർട്ട്മെന്റ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ നെക്സ്റ്റ് നമ്മൾ സ്റ്റാഫിംഗ് പറഞ്ഞത്. ഇത് ഇതുപോലെ തന്നെ അതിന്റെ ഓർഗാനോഗ്രാം നോക്കാം ഓരോന്ന്. അതിന്റെ ഇത് കഴിഞ്ഞൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അടുത്തത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറഞ്ഞു എന്ന് തോന്നുന്നു. പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞു തുടങ്ങിയില്ലായിരുന്നോ നമ്മള്? പറഞ്ഞായിരുന്നു. ഓക്കെ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, സെക്കൻഡ് വൺ ഡയറ്റ് കൗൺസിലിംഗ്, തേർഡ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, ഫോർത്ത് വൺ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതിനകത്ത് ഓരോന്നും നമുക്ക് നോക്കാം. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് who are admitted in the hospital. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്താ ഡീൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞു അതെന്തോ ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും. പ്രൊവൈഡ് സഫിഷ്യന്റ് കലോറീസ്, ആവശ്യത്തിനുള്ള കലോറി ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, രോഗത്തിന്റെ തരം ഏതാണ്, എന്ത് രോഗമാണ്, അതിന്റെ ഇതനുസരിച്ച്. പിന്നെ ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് നോർമൽ ഫുഡ് ഹാബിറ്റ് ഫോർ ദ പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിൽ അവർക്കുടെ നോർമൽ ഫുഡ് ഹാബിറ്റിൽ നിന്നും എന്തെങ്കിലും എക്സ്ട്രാ നീഡ്സ് അവർക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ കൈകാര്യം ചെയ്യുന്നത്. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡയറ്റ് കൗൺസിലിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് can be given as outpatient diet clinics. ഇത് ഏതിൽ കൂടെയാണ് നൽകുന്നത്? can be given as outpatient diet ക്ലിനിക്കുകളിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. when the patient are referred by clinician dietitian to calculate their dietary needs in view of their body weight. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് നോക്കും. നമുക്കറിയാം ഇത്ര ഹൈറ്റിനനുസരിച്ച് ഇത്ര വെയിറ്റ് വേണമെന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉള്ളവർക്ക് ഇത്ര ഹൈറ്റ് ഉള്ളവർക്ക് ഇത്ര വെയിറ്റ് പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് നോക്കുക. നമ്മുടെ ഈ ബോഡി വെയിറ്റ് കൺസിഡർ ചെയ്തിട്ട് ഇപ്പൊ ബോഡിക്ക് എക്സ്ട്രാ വെയിറ്റ് കൂടുന്നതാണ് വെയിറ്റ് കുറയ്ക്കണം. ഇപ്പൊ വെയിറ്റ് കുറവുള്ളവരാണെങ്കിൽ നോർമൽ ആക്കണം. അപ്പൊ അങ്ങനെ ആ ബോഡി വെയിറ്റ് കൺസിഡർ ചെയ്തിട്ട് അവരുടെ ഭക്ഷണ ആവശ്യങ്ങളൊക്കെ കണക്കാക്കാൻ രോഗികളിലെ ക്ലിനിഷ്യൻ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്മാർ റെഫർ ചെയ്യുമ്പോൾ അവര് എന്തിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് കൗൺസിലിംഗ്, ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ ഈ ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്. ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൺസിഡർ ചെയ്തിട്ട് ഡയറ്റീഷ്യൻ ആൻഡ് ക്ലിനിഷ്യൻ ആണ് അവർക്കുടെ ഡയറ്ററി നീഡ്സുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കുക ചെയ്യുന്നത്. അണ്ടർലൈങ് ദ ഡിസീസ്. ഇവിടെ നമ്മൾ പറഞ്ഞു ആ രോഗം, എന്ത് രോഗമുണ്ടോ, എന്ത് അസുഖമാണ്, അതിന്റെ തരം എന്താണ്, ഫുഡ് ഹാബിറ്റ്സ്, availability and the acceptability of various food depending upon the economic condition of the each patient. അപ്പൊ നമുക്ക് വരുന്ന രോഗത്തിന്റെ തരം, അതിന്റെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതിന്റെ ഹാബിറ്റ്, സ്വഭാവം, ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞേക്കണേ? എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടും. അതാ പറഞ്ഞേക്കുന്നത്. നിലവിലുള്ള രോഗത്തിന്റെ തരം, അവർക്കടെ കഴിക്കുന്ന ഫുഡ്, ഇതെല്ലാം, അതുപോലെ തന്നെ അവർക്ക് ഈ അവൈലബിലിറ്റി, ആ ഫുഡിന്റെ ലഭ്യത, ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിന്റെയും എക്കണോമിക് കണ്ടീഷനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്.
അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഇത് നമ്മൾ അല്ലെ നല്ല ഹൈലി ഇതായിട്ടുള്ള ആളുകളാണെങ്കിൽ നല്ല ഹൈ റിച്ച് ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. എന്നാൽ നമ്മൾ അധികം ഇതെല്ലാം പൈസ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതനുസരിച്ച് എല്ലാ ന്യൂട്രിയൻസും അല്ലെങ്കിൽ എല്ലാ പ്രോട്ടീനും ഇതൊക്കെ എല്ലാ ഒരു ഫുഡ് അവർക്ക് കിട്ടണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. Patients are usually given a diet to be followed by them along with a certain food either to be discarded or to be preferred. ഇനി പേഷ്യന്റ് ഡയറ്റ് ഇത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് നമ്മൾ നോർമൽ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ചിലത് ഡിസ്കാർഡ് ചെയ്യും. ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസ്കാർഡ് ചെയ്യുക, ഉപേക്ഷിക്കുക. ചില ഭക്ഷണങ്ങൾ നമ്മളിപ്പോ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ചിലത് അത് കളയണം. ചിലത് നമുക്ക് എക്സ്ട്രാ വേണ്ടാത്തതായിരിക്കും, ചിലപ്പോൾ അത് ഡിസ്കാർഡ് ചെയ്യുക. ഓർ ടു ബി പ്രിഫേർഡ്, അല്ലെങ്കിൽ ചില ഫുഡിന് എന്ത് ചെയ്യണം? മുൻഗണന കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ഡയറ്റ് ഫോളോ ചെയ്യണേന്ന് പറഞ്ഞേക്കണേ. Patients are usually given a diet to be followed by them along with a certain food either to be discarded or to be preferred. ഒന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിക്കുന്ന ഫുഡിൽ നിന്ന് എന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യും. എക്സ്ട്രാ നമുക്കിടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിലേക്ക് പ്രിഫർ ചെയ്യും, അതിന് മുൻഗണന കൊടുക്കും. അങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. അതിന്റെ ഇതിനകത്ത് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള്. ക്യാൻറ്റീനില്ലേ, ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള്, അതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. എന്താണ്? മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, ടീ, സ്നാക്സുകള്, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, നൽകുന്നു. പിന്നെ അടുത്ത കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടീസ് കൊടുക്കുന്നതിനേക്കാളും എങ്ങനെയായിരിക്കും കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ചീപ്പർ ആയിരിക്കും, അത്രയും വില ഉണ്ടാവില്ല. പ്രൈവറ്റ് പാർട്ടീസ് കൊടുക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ചീപ്പർ ആയിരിക്കും. ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് പോയിന്റ്, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. അഡ്മിനിസ്ട്രേഷന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസിന്റെ ക്വാളിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്മിനിസ്ട്രേഷന് ഈ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. സർവീസുകൾ ആർക്കൊക്കെ നൽകാം? സ്റ്റാഫിന്, അറ്റൻഡൻസിന്, മറ്റുള്ള വിസിറ്റേഴ്സിനൊക്കെ സർവീസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ആ 5 പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. Service in the form of staff canteen, provision of meals, tea, snacks, cold drinks, etc. Cheaper than cost run by the private parties. Private parties കൊടുക്കുന്നതിനേക്കാളും കോസ്റ്റ് ചീപ്പർ ആയിരിക്കും. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് സർവീസ്. ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. സർവീസുകൾ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ഗിവൺ ടു സ്റ്റാഫിന്, അറ്റൻഡൻസിന് ഓർ വിസിറ്റേഴ്സിനൊക്കെ സേവനങ്ങൾ നൽകാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ ക്യാൻ ഹാവ് എ മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ. കേട്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീൻ? വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് മെഷീൻ ആണ്. നമുക്ക് ഈ നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഈ നമ്മള് അവിടെ എന്താ സർവ് ചെയ്യാൻ പ്രത്യേക ആളുകളൊന്നുമില്ല, ഒരു മെഷീനായിരിക്കും. അപ്പൊ അതിനകത്ത് ചെറിയ ഇതുപോലെയുള്ള ചെറിയ സ്നാക്സുകള് അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ക്യാഷ് നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് എന്ത് സാധനം വേണ്ടതെന്നുള്ള അതിന്റെ നമ്പർ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് അത് നമുക്ക് താഴേന്ന് തന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റും. അവിടെ സർവ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാഷ് മേടിക്കാനോ പ്രത്യേകം ആളുകളൊന്നുമില്ല. എല്ലാം ആരാണ്? മെഷീൻ. ഓട്ടോമാറ്റഡ് മെഷീൻ.
അങ്ങനെയുള്ളതാണ് വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലൊക്കെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഇങ്ങനെ വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽസിലൊന്നും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീന്? കേക്കണില്ലേ നിങ്ങള്? കേൾക്കാൻ പറ്റുന്നില്ലേ? ഹരിത കേക്കുന്നില്ലേ? മിസ് കേക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? യെസ് ഓർ നോ? കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും എന്ന്. എന്താ മിസ്സേ? എന്താ മിസ്സേ ചോദിച്ചേ? കേക്കുന്നില്ലേ പറയുന്നത്? കേട്ടില്ല ഞാൻ വേറെ എന്തെങ്കിലും പോയോ? ബെല്ലടിച്ചപ്പോ ഡോർ തുറക്കാൻ പോയതായിരുന്നു. അതെ, അതാണ് ഞാൻ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്ത് പറ്റി പിള്ളേർക്ക് എന്ന് ഓർത്തു. വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഹോസ്പിറ്റൽസിലും റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മള് അവിടെ സർവ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഓട്ടോമാറ്റഡ് മെഷീനാണ്. അവിടെ ചെറിയ ചെറിയ സ്നാക്സുകള്, പിന്നെ അതുപോലെ തന്നെ കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കാം, അത് ഓരോന്നിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അതിന്റെ ഉള്ളില്. അപ്പൊ അത് ഒരു ചില്ലിട്ട ഒരു ഇതിനകത്ത് ഒരു മെഷീനാണ്, ഓട്ടോമാറ്റിക് മെഷീനാണ്. അപ്പൊ അതിനകത്ത് ഓരോന്നിനും ഓരോ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതാ നമുക്ക് അതിനകത്ത് വേണ്ടത്, അതിന്റെ നമ്പർ നോക്കി അവിടെ നമ്മള് നമ്പർ കൊടുക്കാം, നമ്പർ അടിച്ചു കൊടുക്കുക എത്രയാന്നുള്ളത്. എന്നിട്ട് അവിടെ അതിന്റെ നേരെ അവിടെ പ്രൈസും എത്രയാന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ടില്ല മിസ്സേ. അപ്പൊ എന്താ പറയാ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ജസ്റ്റ് ഒരു കോള് വന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ എന്താ നമ്മളപ്പോ അതിനകത്ത് നമ്മളത് നോക്കും, ഏത് ഐറ്റം നമുക്ക് വേണ്ടതെന്ന് നോക്കും, അതിന്റെ നമ്പർ അവിടെ കൊടുക്കും, അതിന് നേരെ പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ അത് കളക്ട് ചെയ്യാം. ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ അത്? ഇല്ല. അപ്പൊ ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്ക് കേട്ടോ. അപ്പൊ നോക്കിയേ, അതിന്റെ പേര് വെൻഡിങ് മെഷീനോ? Okay. Hospital can have mobile എന്നുള്ള മീനിങ്, മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ ഇൻ സർട്ടൻ ലൊക്കേഷൻ ലൈക്ക് OPD. എവിടേക്കാ നോക്കിയേ? OPD, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. അവിടേക്ക് ഇങ്ങനെ ഒരു കോർണറിലായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ അവിടെ എന്താ പറയാ, ഒരാള് സർവ് ചെയ്യാനിരിക്കണം, നമുക്ക് എടുത്തു തരാനിരിക്കണം, ക്യാഷ് കളക്ട് ചെയ്യാനിരിക്കണം. അതൊന്നും ആവശ്യമില്ല. ഇറ്റ്സ് ആൻ ഓട്ടോമാറ്റഡ് മെഷീൻ ആണ്. നമുക്ക് എന്താ വേണ്ടേ, അതിന്റെ പ്രൈസ് നോക്കുക, അതിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക, ആ പൈസ അതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് എന്താ താഴെ നമുക്ക് അത് കളക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓട്ടോമാറ്റഡ് മെഷീൻ ദാറ്റ് ഡിസ്പെൻസ് ഐറ്റംസ് സച്ച് ആസ് സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് ടു കൺസ്യൂമേഴ്സ് ആഫ്റ്റർ ക്യാഷ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ മെഷീൻ. ആ ക്യാഷ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് താഴെ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് കളക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് മെഷീനാണ് വെൻഡിങ് മെഷീൻ. ഇതൊക്കെ OPD-യോട് ചേർന്ന്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന്, കാഷ്വാലിറ്റി ബ്ലോക്കിനോടൊക്കെ ചേർന്നിട്ട് ഇതുണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഹോസ്പിറ്റൽ സ്റ്റാഫ് such as nurses, nursing aides, residents, technician, cook, etc. could be educated considering the type of food, balanced deal, caloric value, etc. ഇത് ഇപ്പൊ പറഞ്ഞേക്കുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് നേഴ്സുകള്, നേഴ്സിംഗ് എയ്ഡ്സ്, നേഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവര്, ഹെൽപ്പ് ചെയ്യുന്നവര്, പിന്നെ റെസിഡൻസ് അവിടുത്തെ താമസക്കാര്, ടെക്നീഷ്യൻ, പിന്നെ കുക്ക് എക്സെട്ര. ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുഡ് ബി എഡ്യൂക്കേറ്റഡ്, അവർക്ക് എഡ്യൂക്കേറ്റഡ് ആക്കാൻ പറ്റും. കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, ബാലൻസ്ഡ് ഡീൽ, കലോറിക് വാല്യൂ എന്നിവയെ കുറിച്ചൊക്കെ തുടങ്ങിയ പരിഗണിച്ച് ഇവരെയൊക്കെ എഡ്യൂക്കേറ്റഡ് ആകാൻ പറ്റും, എഡ്യൂക്കേറ്റഡ് ആക്കാൻ പറ്റും. അതാണ്
the department can have in-service teaching program for the staff. Anda, the department എന്ത് കൊടുക്കുന്നുണ്ട്? In-service teaching program. ആ സ്റ്റാഫുകൾക്ക് വേണ്ടി ഇപ്പൊ ഇങ്ങനെയുള്ള ബാലൻസ്ഡ് ഡീലിനെ കുറിച്ച്, അതിന്റെ കാലോറിക് വാല്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനെ കുറിച്ചൊക്കെ ഒരു ടീച്ചിങ് പ്രോഗ്രാം, അവർക്ക് ഒരു അവയർനെസ് പ്രോഗ്രാം തന്നെ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. The department can have in-service teaching program for the staff. സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്താം. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെയാണ് വന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നോക്കി, ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റിന്റെ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞ സംഘടിപ്പിക്കുക അല്ലെ? ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. അത് ഒന്നാമത്തെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കാം. സംഘടിപ്പിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ ആണ് സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കോൺസിസ്റ്റന്റ് കോസ്റ്റ്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ സ്ഥിരമായിട്ട് നല്ല വിലയില്, സ്ഥിരമായിട്ടുള്ള ഒരു വിലയില്, അതേ ഒരു എന്താ പറയാ, റേറ്റിന് വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ നമ്മള് പ്രൈവറ്റ് ആയിട്ടുള്ള ഫുഡ് ഇത് സെർവ് ചെയ്യുന്ന ഇതൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ എന്താ, കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വേണമെങ്കിൽ അതിന്റെ ആ റേറ്റിന് വ്യത്യാസം വരും. ഇതെങ്ങനെയാന്ന് നോക്കി, ഇവിടെ ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് ഫുഡിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വിലയിലായിരിക്കും. എന്നും ഏകദേശം എന്താ പറയാ, അത് എപ്പോഴും അതൊരു സ്ഥിരമായിട്ട് ഉള്ള ഇതായിരിക്കും. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നല്ല ഭക്ഷണം എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്, സ്ഥിരമായ വിലയിൽ നല്ല ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ തേർഡ് പോയിന്റ്, ബൈ ടു സ്പെസിഫിക്കേഷൻ റിസീവ് സപ്ലൈസ്, ചെക്ക് their quantity ആറ്റ് ക്വാളിറ്റി സ്റ്റോർ. നോക്കിയേ, ബൈ ടു സ്പെസിഫിക്കേഷൻ, നിർദ്ദേശം അനുസരിച്ച്, റിസീവ് സപ്ലൈ, സാധനങ്ങൾ എന്താ റിസീവ് ചെയ്യുക, ചെക്ക് അതിന്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം, പിന്നെ അതുപോലെ സ്റ്റോറ് പരിശോധിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞേക്കുന്നത്. അത് ചെയ്യുക, അതും അതിന്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മുടെ ബൈ ടു സ്പെസിഫിക്കേഷൻ, ആ ഒരു നിർദ്ദേശം അനുസരിച്ച് തന്നെ സപ്ലൈകൾ റിസീവ് ചെയ്യാം. അതിന്റെ ക്വാണ്ടിറ്റി, കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളത്, അതുപോലെ തന്നെ സ്റ്റോറൊക്കെ പരിശോധന, എത്രമാത്രം അവിടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ട്, ഇനി എത്ര ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ അതനുസരിച്ചൊക്കെ സപ്ലൈകൾ റിസീവ് ചെയ്യുക, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ പരിശോധിക്കുക. നെക്സ്റ്റ്, മേക്ക് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. മേക്ക് ഉണ്ടാക്കാം, പോർഷൻ അസംബിൾ കൂട്ടിച്ചേർക്കാം, ആൻഡ് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഉണ്ടാക്കുക, കൂട്ടിച്ചേർക്കുക, ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഫിഫ്ത് പോയിന്റ് വന്നത് ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ് ഓഫ് പേഷ്യന്റ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ഇൻഡിവിജ്വലിനാണല്ലോ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആ ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ച് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യാം. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ആ ന്യൂട്രീഷണൽ നീഡ്സ് അനുസരിച്ച് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. ഇത് പോയിന്റ് മനസ്സിലാവുന്നില്ലേ? സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല. ഇത് ഇന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാപ്റ്റർ തീർത്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും തീരാറായിട്ടുണ്ട്. തീർത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എഴുതാം. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ ശരിക്കും കഴിഞ്ഞു. ഇന്നും കൂടി നമ്മുടെ കഴിഞ്ഞ 4 ചാപ്റ്റർ ആണ്. പക്ഷേ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ കൂടി ഞാൻ എടുക്കും. അശ്വതി മിസ്സിന് ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് മിസ് കഴിഞ്ഞ ഈ ആഴ്ചയിലൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടർ റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ടീച്ചറിന് ഇപ്പൊ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വരാനായിട്ടേ ബുദ്ധിമുട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് ടീച്ചറിന്റെ പോർഷൻസ് ഞാനൊരു ചാപ്റ്ററും നിഷ് ടീച്ചറും ഒരു ചാപ്റ്ററുമായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ വേർക്കം തീർക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസ് ആണ്, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി വരും കേട്ടോ. നമുക്ക് എടുക്കാം. എന്തോ എന്താ പറ്റി? ത്രോട്ട് ഇൻഫെക്ഷൻ. നിങ്ങളുടെ അടുത്ത് ഈ സൗണ്ട് എടുക്കല്ലേ ക്ലാസ്സുകള് ഇങ്ങനെ എന്തോ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കുവാ. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഇരിക്കുക, 1 മാസമായിട്ട് റെസ്റ്റ് ആണ്. അപ്പൊ അധികം ക്ലാസ്സുകൾ എടുക്കരുതെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ മിസ്സിന്റെ കുറച്ച് 3 ചാപ്റ്റർ അങ്ങനെ തീർക്കാനില്ലേ, 2 ചാപ്റ്ററോ എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ എന്നാ അത് ഇപ്പൊ നമ്മുടെ ഇന്ന് കഴിയുമല്ലോ. നിഷ് ടീച്ചറിന്റെ എടുത്ത ചാപ്റ്റർ കഴിഞ്ഞോ? അപ്പൊ ഞാനും നിഷ് ടീച്ചറും കൂടി എന്നാ ഓരോ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചാപ്റ്റർ കൂടി നമുക്ക് ഉണ്ട്. ഫ്രണ്ട് ഓഫീസ് ആണോ തോന്നുന്നത്. ഓക്കെ, അത് അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം. എന്തായാലും ഇന്ന് നമ്മുടെ ഈ ക്ലാസ് തീരും. ഈ ഫ്രൈഡേ കൊണ്ട് തീർക്കാന്ന് വിചാരിച്ചാണ് ഇരുന്നത്. നമ്മുടെ പോർഷൻസ് ഇന്നിപ്പോ എന്തായാലും തീരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ച് തന്നെ ആ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അടുത്ത നെക്സ്റ്റ് പോയിന്റ്, ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ വേരിയസ് ഡിസീസ്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്ട്രക്ട്, നിർദ്ദേശിക്കുക അബൌട്ട് ഹൗ ദ ഡയറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഡയറ്റിന്റെ റോൾ എന്താണ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസ്. ആ പല ഡിസീസിന്റെ ട്രീറ്റ്മെന്റിൽ ആ ഡയറ്റിന്റെ പങ്ക് എന്താണ്, അതിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യം അത് നിർദ്ദേശിക്കുക, അതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചില ആളുകൾക്കൊക്കെ അത്ര അവയർനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ മരുന്ന് മാത്രം കഴിച്ചാൽ പോരെ എന്നുള്ള ഒരു ഇതുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോ എന്താ ഓരോ ഡിസീസിനും അതിൻ്റെതായ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അതനുസരിച്ചുള്ള ഭക്ഷണം കൂടി നമ്മളെ ഡയറ്റിനും ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പൊ അത് രണ്ടും കൂടി നമ്മൾ ഈക്വൽ ആയിട്ട് പോയാലാണ് പെട്ടെന്ന് ആ രോഗം മാറുള്ളൂ. അപ്പൊ നമ്മൾ മരുന്ന് മാത്രം കഴിച്ചിട്ട് ചിലപ്പോൾ ആ ഡിസീസ് നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഡയറ്റിന്റെ പങ്ക് എന്താണ് ആ ഡിസീസിന്റെ ട്രീറ്റ്മെന്റിൽ, അല്ലെങ്കിൽ അത് നമുക്ക് ഇതിന് ഡയറ്റിന്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യം ഇൻസ്ട്രക്ട് ചെയ്യുക. ടു ഇൻസ്ട്രക്ട് ഹൗ ഡയറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസ്. നെക്സ്റ്റ് പോയിന്റ് തന്നേക്കണത്, to after the everyday diet plan pattern of patient to meet their needs throughout various diseased condition. എന്താണ് ടു ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞേക്കണത്. വിവിധ പേഷ്യൻസിന്റെ, പല പേഷ്യൻസിന്റെ അവരുടെ ആ ഡയറ്റ് പാറ്റേൺ, എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് ദ പേഷ്യന്റ്, അവരുടെ ആ ഡയറ്റ് പാറ്റേണിലൂടെ അവരുടെ ആ എന്താ പറയാ അവരുടെ നീഡ്സ്, ടു മീറ്റ് ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള രോഗികളുടെ ഡയറ്റ് പാറ്റേൺ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒന്ന് പരിഷ്കരിക്കുക. ഓക്കെ, to after the everyday diet pattern of patient to meet their needs throughout various diseased condition. അപ്പൊ ആ ഒരു ഡിസീസ്ഡ് കണ്ടീഷനിൽ അവരൊരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അവർക്കുടെ നീഡ്സ് കാര്യങ്ങള്, അവർക്കുടെ ആ ഇത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഡയറ്റ് പാറ്റേൺ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അവോയ്ഡ് ചെയ്യണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അതൊന്ന് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. To after the everyday diet pattern of the patient to meet their needs throughout various diseased condition. വിവിധ രോഗാവസ്ഥയിലൂടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പാറ്റേൺ മോഡിഫൈ ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, to the everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ എവരിഡേ ഫംഗ്ഷൻ, ഒരു ദിവസം മാത്രമല്ല അല്ലെ, എവരിഡേ ഫംഗ്ഷൻ എല്ലാ ദിവസവും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്താ?
to the prepare meals and snacks for patients who are admitted to the hospital. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യൻസിനെ എല്ലാ ദിവസവും മീൽസും സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എവരിഡേ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസത്തെ ഒരു പ്രധാന ഫംഗ്ഷൻ ആണ് അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് മീൽസും സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. These meals are prepared by the strict guidelines of the physician written order. പിന്നെ ഇത് എങ്ങനെയാന്ന് നോക്കിയാൽ അവര് പ്രിപ്പയർ ചെയ്യുന്നത് സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. ആ ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ച് തന്നെ അവര് അതനുസരിച്ച് തന്നെ മീൽസ് സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസോട് കൂടി തന്നെ മീൽസ് പ്രിപ്പയർ ചെയ്യുക. ഉണ്ടോ? വെറുതെ പ്രിപ്പയർ ചെയ്യല്ല, അവിടെ മീൽസ് വെറുതെ പ്രിപ്പയർ ചെയ്യുകയല്ല, അത് എന്തനുസരിച്ചാണ്? ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ, സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ അനുസരിച്ച് ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം തന്നെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ്ലൈൻസോട് കൂടി മീൽസ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട്, അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട്, അറേഞ്ച് ചെയ്യുക, അത് ക്യാരി ഔട്ട് നടപ്പിലാക്കുക. എന്തൊക്കെ? പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, ഇതൊക്കെ അറേഞ്ച് ചെയ്യുക, നടപ്പിലാക്കുക. നെക്സ്റ്റ് ആണ് ട്രെയിൻ ഡയറ്ററ്റിക് ഇന്റേൺ, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് എന്താ? ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന DIETETICS, ഡയറ്ററ്റിക്സ്. ഭക്ഷണങ്ങളെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനാണ്, ശാസ്ത്രശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് ഡയറ്ററ്റിക്സ് is the branch of knowledge. Dietetics is the branch of knowledge concerned with the diet, concerned, CONCERNED, concerned with the diet, with the diet, with the diet and its effects and its effect on health. Okay, dietetics is the branch of knowledge concerned with the diet and its effect on the health. ഭക്ഷണങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. Next point, given direction to nurse, medical and dental students about principles of nutrition and diet therapy. Give direction to nurse. നഴ്സുകൾക്ക് ഡയറക്ഷൻ നൽകാം, നിർദ്ദേശം, അവർക്കൊരു നിർദ്ദേശങ്ങൾ കൊടുക്കാം, ഡയറക്ഷൻ നൽകാം. അതുപോലെ മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ്, മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിന് അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി, ഈ ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ഡയറ്റ് തെറാപ്പിനെ കുറിച്ച് നേഴ്സിനും മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ ഡയറക്ഷൻ നൽകുക. Give direction to nurses, medical and dental students about the principle of nutrition and diet therapy. Next, collaborate with the medical staff in arranging, preparing and serving experimental metabolic research diets. Okay, collaborate. The meaning of collaborate here. Collaborate. കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൊളാബറേറ്റ് ചെയ്യുന്ന വെച്ചാൽ സഹകരിക്കുക. കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കാം. എന്തിനു വേണ്ടിയാ? ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. ഈ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനും എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റിനെ കുറിച്ചുള്ള റിസർച്ചുകൾ, ഗവേഷണങ്ങൾ അതൊക്കെ വികസിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഈ മെഡിക്കൽ സ്റ്റാഫ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക. Collaborate with the medical staff in arranging, preparing and serving experimental metabolic research
diet. Next, last point, to keep good nutritional status of all patient. നോക്കിയേ, ഒരു പേഷ്യന്റിന്റെ ഒരു നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക, നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു നിലനിൽപ്പ്, ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് എന്താ, നമ്മൾ ഇപ്പോൾ ഡിസീസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്ന് മെഡിസിൻ കൊടുത്ത മെഡിസിന്റെ ഒപ്പം തന്നെ അവർക്ക് നല്ലൊരു ആരോഗ്യവും വേണം അല്ലെ. അപ്പൊ അങ്ങനെ അവർക്കൊരു നല്ലൊരു സ്റ്റാറ്റസ്, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക. ടു കീപ് ദ ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ ദ പേഷ്യൻസ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്. ഭക്ഷണങ്ങള് കൈകാര്യം ചെയ്യുന്നതിനുള്ള മെനുകള് ക്രമീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങള് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്. ഓക്കെ, ഭക്ഷണം വിളമ്പുന്നതിനും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിനുമുള്ള മെനുകള് ക്രമീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങള് സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത്രയും ഫങ്ഷൻസ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ, ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. എത്ര പോയിന്റ് ഉണ്ട്? 13 പോയിന്റ് ഉണ്ട്. 13 പോയിന്റ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഓരോ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. ഇന്റേൺ എന്ന് പറഞ്ഞ് പരിശീലിപ്പിക്കാതാണ് കേട്ടോ. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് ഇന്റേൺ പരിശീലിപ്പിക്കുക. ഓക്കെ, ട്രെയിൻ ചെയ്യുക. നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷൻസിൽ വരുന്നതാണോ അല്ലയോ എന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയാം. ഓക്കെ, ജസ്റ്റ് അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഇല്ല. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതാണെങ്കിലും ഓപ്ഷൻസ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത് ചിലപ്പോൾ ചോദിക്കാം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്ത ഏതാന്ന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയും ചോദിക്കാം. ജസ്റ്റ് ആ പോയിന്റുകൾ ഒന്ന് നോക്കാം. വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തോ? വായിക്കാം സേ. ഓക്കെ, വായിച്ചു കഴിഞ്ഞിട്ട് മതി. നെക്സ്റ്റ് ഒരു ചെറിയ 2 കാര്യങ്ങൾ കൂടി ഉള്ളൂ.
കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ അത് ഫങ്ഷൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി പ്രോബ്ലം സിറ്റുവേഷൻസ്. ഏതൊരു ഇതാണെങ്കിലും നമുക്ക് അവിടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇവിടെ എന്തൊക്കെയാണ് ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അവിടെ കൊടുത്തേക്കുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വരുന്നത് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നേഴ്സിംഗ് സ്റ്റാഫ്. ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ തർക്കം. ആരൊക്കെ തമ്മിലാണ്? ഫുഡ് സർവീസ് സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കം. അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങൾ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാം. പിന്നെ രണ്ടാമത്തെയാണ് കംപ്ലൈന്റ്സ് എഗൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ടുള്ള കംപ്ലൈന്റ്സ്. നമ്മൾ ചിലപ്പോ എന്താ പറയാ, എത്ര നല്ല ഫുഡാണെങ്കിലും കംപ്ലൈന്റ് പറയുന്നതുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫുഡിന്റെ ക്വാളിറ്റി മോശമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയാ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കംപ്ലൈന്റ്സ്, ഡിപ്പാർട്ട്മെന്റിന് എതിരെയായിട്ടുണ്ടാകുന്ന കംപ്ലൈന്റ്സുകൾ. ഓക്കെ, കംപ്ലൈന്റ്സ് എഗൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സുകൾ. പിന്നെ അടുത്താണ് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ ഒരു നിസ്സാരമായിട്ടുള്ള, വലിയതല്ല, ചെറിയ ചെറിയ മോഷണങ്ങൾ, തെഫ്റ്റ് മോഷണങ്ങൾ, ചെറിയ നിസ്സാരമായ മോഷണങ്ങൾ. ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന കവർച്ചകൾ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യല്ലേ അവിടെ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റില്. ചിലപ്പോ അവിടുത്തെ ജോലിക്കാര് തന്നെ ആവാം, വേണമെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് നിസ്സാരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിലും കവർച്ച മോഷണങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അതാ ഉദ്ദേശിക്കുന്നത്. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ചെറിയ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ കവർച്ചകളും ചെറിയ മോഷണങ്ങളും അതുപോലെ തന്നെ ശരിയാണ്, റോബറി കവർച്ചകളും ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ബിഗ് ഫ്രോഡ്സ്, വലിയ വലിയ തട്ടിപ്പുകൾ കണ്ടോ. ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ തട്ടിപ്പുകൾ. ഇപ്പൊ കണക്കിന്റെ കാര്യത്തിലാണെങ്കിലും സാധനങ്ങളുടെ ഇത് സ്റ്റോർ ചെയ്യുന്ന ഇതിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കണക്കിൽ ചെറിയൊരു ഇത് കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ തട്ടിപ്പുകൾ, ഫ്രോഡുകൾ. ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അടുത്ത നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് വരുന്ന ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് സംബന്ധിച്ച് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അത് വേസ്റ്റിന്റെ ഡിസ്പോസൽ, അതൊരു പ്രോബ്ലം ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചുണ്ടാകുന്ന പ്രോബ്ലം. എന്നുവെച്ചാൽ എന്തോ ഒരു ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാകുന്നത്, അപ്പൊ അതിന്റെ വേസ്റ്റുകളും അതുപോലെ ഉണ്ടാവില്ലേ. പച്ചക്കറികളൊക്കെ ആണെങ്കിലും അതിന്റെ എന്തോ ഒരു എമൗണ്ടിൽ ഉണ്ടാക്കണം, വലിയ ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോഴും. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ അല്ലാത്ത ഇതൊക്കെ ഇതൊക്കെ മേടിക്കുമ്പോണ്ടാവുന്ന കവറുകൾ, കിറ്റുകൾ, അങ്ങനെയുള്ള എല്ലാം എന്താണെങ്കിലും. അപ്പൊ അത് വേസ്റ്റ് ഗാർബേജിന്റെ ഡിസ്പോസല്, അതിന്റെ ഒരു ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇത്രയാണ് പ്രോബ്ലംസ്, പ്രധാനമായിട്ടും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഒന്നുകൂടി നോക്കാം. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള ആ തർക്കങ്ങള്. പിന്നെ അടുത്ത കംപ്ലൈന്റ്സ് എഗൻസ്റ്റ് ദി ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡിപ്പാർട്ട്മെന്റിനെതിരെ വരുന്ന കംപ്ലൈന്റ്സുകള്. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റില് ഉള്ള ചെറിയ ചെറിയ തെഫ്റ്റ്, മോഷണങ്ങളും കവർച്ചകളും. പിന്നെ ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഫ്രോഡുകള്. പിന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ് ഡിസ്പോസൽ. അത് ഇത്രയും പ്രോബ്ലംസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞ മിസ്സേ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞ മിസ്സേ. എളുപ്പമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ലേ? ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആണ് നമ്മുടെ ചാപ്റ്റർ കഴിയാൻ പോണു. ഓക്കെ, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. എന്തൊക്കെ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെയാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ഇതുപോലെ ഫസ്റ്റ് പോയിന്റ്, ഡയറ്റീഷ്യൻ ഈസ് ലേബിൾഡ് ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഐറ്റംസ്. ഓക്കെ, ഡയറ്റീഷ്യൻ ഈസ് ലേബിൾഡ്. ആർക്കാ ഇതിന്റെ ബാധ്യത എന്ന് വെച്ചാൽ ഡയറ്റീഷ്യൻ ആണ്. ഡയറ്റീഷ്യന് ബാധ്യത ഉണ്ടായിരിക്കും എന്തിനാ? ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഡയറ്റീഷ്യന് ബാധ്യത ഉണ്ടായിരിക്കും. Okay, dietitian is labeled for the quality and quantity of food items. Second one, power of emergency purchase should be given to the officer in charge. അവിടെ ഇൻചാർജ് ഉള്ള ഓഫീസറിന് എമർജൻസി പർച്ചേസിനുള്ള അധികാരം നൽകണം. ഓക്കെ, എമർജൻസി പർച്ചേസിനുള്ള അധികാരം അവിടുത്തെ ഏതാണ് ഇൻചാർജ് ഉള്ള ആ ഓഫീസറിന് നൽകണം. പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. ഇൻചാർജ് ഉള്ള അതിന് ചുമതലയുള്ള ആ ഓഫീസറിന് എമർജൻസി പർച്ചേസിനുള്ള അധികാരം നൽകണം. സാധാരണ പർച്ചേസ് അല്ല, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ ഇൻചാർജ് ഉള്ള ഓഫീസർ ആരാണ്? അതിനുള്ള ആ പവർ അദ്ദേഹത്തിന് നൽകണം. പിന്നെ അടുത്തത് തേർഡ് പോയിന്റ്, എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 members should inspect the food items received. A team consisting of 3 to 4 members, 3-4 members അടങ്ങിയ ഒരു ടീം എന്ത് ചെയ്യണം? പരിശോധിക്കണം. ദ ഫുഡ് ഐറ്റംസ് റിസീവ് ചെയ്യുന്ന ആ ഫുഡ് ഐറ്റംസ് 3-4 members എന്ത് ചെയ്യണം? ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം. Okay, a team consisting of 3 to 4 members should inspect the food items received. Next point, fourth one, everything should be correctly maintained and clean. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ക്ലീൻഡ് ആയിരിക്കണം. Okay, everything should be correctly maintained and cleaned. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ക്ലീൻഡ് ആയിരിക്കണം. Next, fifth point, proper sanitation and cleanliness that includes rodent control measures should be noticed. Proper sanitation and cleanliness, proper ആയിട്ട് എല്ലാം അങ്ങനെ എന്താ പറയാ, നല്ല നീറ്റ്നെസ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞ നല്ല ഹൈജീനിക് ആയിട്ടാണ് അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ചെയ്യണം, സാനിറ്റേഷൻ നടത്തണം, അതുപോലെ ക്ലീൻനെസ് നടത്തണം. അതിനകത്ത് എന്തുകൂടി ഉൾപ്പെടുത്തണം? ദാറ്റ് ഇൻക്ലൂഡ് റോഡന്റ്. എന്താ റോഡന്റ്? RODENT, റോഡന്റ്. റോഡന്റ് എന്താ? മിക്ക ആൾക്കാർക്കിടെ വീട്ടിലുണ്ടാവല്ലോ റോഡന്റിന്റെ ശല്യം. റോഡന്റ് എന്ന് പറഞ്ഞ എന്താ? എലിശല്യം. അപ്പൊ നമ്മൾ ആ ക്ലീൻനെസ് ചെയ്യുമ്പോ ഇത് നമ്മുടെ സ്റ്റോറുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുഡ് സാധനങ്ങളൊക്കെ. അപ്പൊ അവിടെ എലി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ക്ലീൻനെസ്സിനൊപ്പം തന്നെ ആ റോഡ് ആൻഡ് കൺട്രോൾ മെഷേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം. എലികൾ വരാതിരിക്കാനുള്ള, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തണം. കിട്ടിയോ? അപ്പൊ അതിന് കിട്ടിയില്ലേ? Proper sanitation and cleanliness that includes rod and control measures should be noticed. Okay,
അപ്പൊ അതിനകത്ത് ക്ലീൻനെസ്സിൽ എന്തുകൂടി പ്രോഡക്റ്റ് കൺട്രോൾ മെഷേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം, ഇൻക്ലൂഡ് ചെയ്യണം. Next point, supervisory staff should be ready in the patient's kitchen throughout all the working hours and the work schedule should be arranged properly. ഒരു ഇതിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യൻസ് കിച്ചൺ. പേഷ്യൻസ് കിച്ചണില് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എല്ലാ വർക്കിംഗ് ഹവേഴ്സിലും അവിടെ എന്തായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, supervisory staff should be ready ആയിരിക്കണം in the patient kitchen throughout all the working hours and the work schedule എങ്ങനെയാ should be arranged properly. കറക്റ്റ് ആയിട്ട് വർക്ക് ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യണം. ഇപ്പൊ എന്താ പറയാ, രാവിലെ ഷിഫ്റ്റ് പോലെ ഇന്ന ടൈം തൊട്ട് ഇത്ര ടൈം വരെ ഫസ്റ്റ് ഷിഫ്റ്റ്, അതിന് ഇത്ര പേര്, അങ്ങനെയുള്ള ആ വർക്കിംഗ് ടൈമുകൾ, വർക്ക് ഷെഡ്യൂളുകളൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. Okay, work schedule should be arranged properly. ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, the ward should be visited by the dietitian every day. വാർഡ് എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. ഡയറ്റീഷ്യൻ ഇങ്ങനെ എഴുതി കൊടുത്താൽ മാത്രം പോരല്ലോ, ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടോ, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ വാർഡ് വിസിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ്, സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻ. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻ. സർവീസ് ടൈമിംഗ് ഡിറ്റർമിൻ ചെയ്യണം, നിശ്ചയിക്കണം. പറഞ്ഞ സർവീസ് ടൈമിംഗ് നിശ്ചയിക്കണം, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ അങ്ങനെ ആ ഒരു ടൈമിംഗ് ഡിറ്റർമിൻ ചെയ്യണം. ലാസ്റ്റ് പോയിന്റ്, nurses should examine and oversee the distribution of meals in the ward. Nurses should be examined. നഴ്സുകൾ പരിശോധിക്കണം. And oversees, ഒരു മേൽനോട്ടം വഹിക്കണം. The distribution of meals in the ward. വാർഡുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മീൽസ് ഈ നഴ്സുകൾ എക്സാമിൻ ചെയ്യുകയും അതിനെ ഒന്ന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. വാർഡുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, വിതരണം ചെയ്യുന്ന ഭക്ഷണം ആ നഴ്സുകൾ പരിശോധിക്കുകയും അതിനെ ഒരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ വരുന്നത് കേട്ടോ. പോളിസി ആൻഡ് പ്രൊസീജിയർ ദാറ്റ് അപ്ലൈഡ് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഡയറ്ററി സർവീസ്. പോയിന്റ്സുകൾ വേഗം നോക്കാം, കാര്യമണിക്കൂറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതി ഈ ചാപ്റ്റർ ഇന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. വേഗം പോയിന്റ്സ് നോക്കാം. ഏതെങ്കിലും ഒന്നോട് പറയണമെങ്കിൽ പറയാം, ഒന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കട്ടോ. രണ്ടാമത്തെ പറയൂ. ഓക്കെ, പറയാലോ. സെക്കൻഡ് പോയിന്റ് അല്ലേ, പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. അവിടെ ഇൻചാർജ് ഉള്ള ഓഫീസറിന് എമർജൻസി പർച്ചേസിനുള്ള അധികാരം നൽകണം. പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. ഇവിടെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു അധികാരം അവിടുത്തെ ഇൻചാർജ് ഉള്ള ഒരു ഓഫീസിന് കൊടുക്കണം, നൽകണം.
റെഡി ചെയ്ത് കഴിഞ്ഞോ? മിസ് ആറാമത്തെ പോയിന്റ്. ആറാമത്തെ അല്ലെ? 1 2 3 4 5 6. Okay. So supervisory staff should be ready in the patient kitchen throughout all working hours. അവിടെ നിർത്താം നമുക്ക്. എന്താണ് ഒരു ആ കിച്ചണില് ഒരു മൊത്തം ആ വർക്കിംഗ് ടൈമില് മൊത്തത്തില് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും അവിടെ റെഡി ആയിരിക്കണം. അതായത് ആ ഒരു സൂപ്പർവൈസിങ് ആ സ്റ്റാഫിന്റെ ഒരു കൺട്രോളിലായിരിക്കണം അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പൊ എപ്പോഴും അവിടെ ഒരു പേഷ്യൻസ് കിച്ചൺ അവിടെ സൂപ്പർവൈസറി സ്റ്റാഫ് അവൈലബിൾ ആയിരിക്കണം, എല്ലാ വർക്കിംഗ് ടൈമിലും അവൈലബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വർക്ക് ഷെഡ്യൂള് പ്രോപ്പർ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. ആ ഷെഡ്യൂള് നമ്മൾ ഓരോ ഷെഡ്യൂളില് അല്ലെങ്കിൽ ഓരോ ഇത് ആക്കൂലേ, അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യണം. വർക്ക് ഷെഡ്യൂള് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി, പ്രോപ്പർ ആയിട്ട് ക്രമീകരിക്കണം. വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ വാർഡ് വിസിറ്റ് ചെയ്യണം. പിന്നെ സർവീസ് ടൈമിംഗ് ഡിറ്റർമിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ നേഴ്സുകൾ അവിടെ ആ വാർഡുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ മീൽസ് അതിനൊന്ന് എക്സാമിൻ ചെയ്യുകയും പരിശോധിക്കുകയും അതിനൊരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. നേഴ്സിനും പോയി പാടൊക്കെ നോക്കി ഇത് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഫുഡ് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കടെ ഇതിനനുസരിച്ചുള്ള ഫുഡ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നേ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിനൊന്ന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻസ് എഴുതാം നമുക്ക്. ഓക്കെ, ബുക്ക് എടുത്തോ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Dietary service means dash. Dietary service means dash. Dietary service means മനസ്സിലായില്ല. Okay. For dietary service means dash.
എന്താ ഡയറ്ററി സർവീസ്? ഒരു ഇത് എഴുതിയല്ലോ. ഡയറ്ററി സർവീസ് മീൻസ് എന്താണ്? വെച്ച് നോടിങ്ങ എല്ലാവർക്കും? ഡയറ്ററി സർവീസ് മീൻസ് ഒരു ഡെഫിനിഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിള്ളേർക്ക് കൊടുക്കണമല്ലോ, ഒരു 10 പ്രാവശ്യം പൊസിഷൻ എഴുതിക്കാം അല്ലെ? 10 അല്ല. എന്താ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നേ? എന്താ പ്രൊവൈഡ് ചെയ്യണേ അവിടെ? Needs of patients, meet the needs of. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? പ്രൊവൈഡിങ് ന്യൂട്രീഷൻ, ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യന്റ് അല്ലെ? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഇത് എഴുതി വെച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ അത് ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതുക. എന്താണ് ഓപ്ഷനിൽ തന്നേക്കുന്നത് അതനുസരിച്ചിട്ട് ആൻസർ, കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യന്റ്. Food and drink to the patient. Food and drink to the patient. Okay, next one. Second question. A nutritious diet. A nutritious diet is one that promotes, PROMOTS, one that promotes or maintains dash. A nutritious diet is one that promote or maintain dash. എന്താ? Good health. Good health. Okay, very good. Good health. Next question, third question. Which of the following is included? Which of the following is included in the objectives of dietary service? Which of the following is included in the objectives of dietary services? ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാന്ന് കേട്ടോ. ഓപ്ഷൻസ് പറയട്ടെ? ടു മെയിൻറ്റെയിൻ, ഓപ്ഷൻ എ ആണ് കേട്ടോ. ടു മെയിൻറ്റെയിൻ an inventory of supplies and equipment. To maintain an inventory of supplies and equipment. Option B, to arrange a safe environment. To arrange a safe environment for the patients and staff. To arrange a safe environment for the patient and staff. Next, option C, OP and IP diet counseling.
OP and IP, diet counseling. Next option D ആണ് to contribute a reduction in the incidence of hospital infection. To contribute a reduction in the incidence of hospital infection. To contribute a reduction in the incidence of hospital infection. ഏതാ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലെ? OP and IP, diet counseling. Next question. A healthy lifestyle can be obtained by obtained by sustaining a dash. A healthy lifestyle can be obtained by sustaining a dash. എന്ത് നിലനിർത്തിക്കൊണ്ടാണ് നമുക്ക് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേക്കുന്നത്? ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, വെരി ഗുഡ്. ബാലൻസ്ഡ് ഡയറ്റ്. Okay, next question. Doctors may recommended. നിങ്ങൾ ഈ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ പഠിച്ചു പോണില്ലേ? ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പഠിക്കണല്ലേ? പഠിക്കുന്നില്ലേ? ഓക്കെ, ഇപ്പൊ എഴുതുമ്പോ തന്നെ അങ്ങ് പഠിച്ചു നോക്കോട്ടോ. ഇനി പ്രത്യേകിച്ച് ഇത് പഠിക്കാനായിട്ട് ഒരു ടൈം എടുക്കണ്ട. അപ്പൊ ഓരോന്ന് എഴുതുമ്പോ അതിനനുസരിച്ച് നമ്മൾ സ്ലോവിലാണ് പറയണതും. നിങ്ങൾക്ക് എഴുതാനുള്ള സമയവും തന്നെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇനി പ്രത്യേകിച്ച് ഇത് പഠിക്കാനൊരു ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Doctors may recommended recommended a dash diet to help manage certain CERTAIN to manage certain medical conditions such as high BP, blood pressure, high BP, kidney disease, or liver disease. Doctors may recommended a dash diet to help manage certain medical conditions such as high BP, kidney disease, or liver disease. ഏതാണ് high BP? അപ്പൊ തന്നെ അത് മാത്രം കേട്ടാൽ നമുക്ക് എഴുതാം. ഏത് ഡയറ്റാ പ്രിഫർ ചെയ്യുന്നേ? ഏത് ഡയറ്റാ റെക്കമെൻഡ് ചെയ്തേ? നമ്മൾ പഠിച്ച 7 ടൈപ്പ് ഓഫ് ഡയറ്റ്സ് പഠിച്ചു. ഇതിൽ ഏതാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ മിസ്സേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നോക്കിയെന്നോടെ. ഡോക്ടേഴ്സ് മേ റെക്കമെൻഡഡ് എ ഡാഷ് ഡയറ്റ്. ഇവിടെ ഡോക്ടർ അവിടെ ഒരു ഡയറ്റ് ഏത് ഡയറ്റ് ആണ് എഴുതണ്ടേ? റെക്കമെൻഡഡ് എ ഡാഷ് ഡയറ്റ്
to help to manage certain medical conditions such as high BP, kidney disease or liver disease. High BP, kidney disease അല്ലെങ്കിൽ liver disease ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷനെ മാനേജ് ചെയ്യാൻ ഡോക്ടർ ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് അവര് റെക്കമെൻഡ് ചെയ്യുന്നത്? ഏത് ഡയറ്റിലാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ് എഴുതിയാലും വന്നിട്ടുണ്ടല്ലോ. കാർഡിയോ ഡയറ്റിലാണോ അല്ലേ? റീനലാണോ? റീനൽ ഡയറ്റിലാണോ? കിഡ്നി ഡിസീസ് ഓർ ലിവർ ഡിസീസ് മാത്രം കണ്ടുകൊണ്ട് എഴുതരുത്. അതിന് മുന്നിൽ ഒരു സാധനം കൂടി ഉണ്ട്. അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ തന്നേക്കുന്നതാണ്. ഹൈ ബി പി, അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഹൈ ബി പി, ബ്ലഡ് പ്രഷർ ഹൈ ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് ലോ സോഡിയം ഡയറ്റ് ആട്ടോ. ലോ സോഡിയം ഡയറ്റ്. കിഡ്നി ഡിസീസ് മാത്രമാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എഴുതാം റീനൽ ഡയറ്റ് എന്ന് എഴുതാം. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഇതും കൂടി ഉണ്ട്, അതും കൂടി നോക്കി പോകാം. ഇവിടെ ലോ sodium diet. Sodium diet. Which diet is used after surgery? ഏത് ടൈപ്പ് ഓഫ് ഡയറ്റാ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്? ഡോക്ടർ പറയുന്നത് ലിക്വിഡ് ഡയറ്റോ? ഏതാ? സോഫ്റ്റ് ഡയറ്റോ? സോഫ്റ്റ് ഡയറ്റ്. ഓക്കെ, സോഫ്റ്റ് ഡയറ്റ് ആണ്. വിച്ച് ഡയറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ സർജറി? സോഫ്റ്റ് ഡയറ്റ്. Next one, next question. ഇതിപ്പോ ഇതിന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ ലാസ്റ്റ് ഭാഗത്ത് നിന്നുള്ളത് ഞാനിപ്പോ മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് പിന്നെ അത് ഇതിന്റെ ഞാൻ തരുന്നില്ല, അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഈ സ്റ്റാഫിങ് അത് കറക്റ്റ് നിങ്ങൾ ഓർഡർ പഠിച്ചാൽ മതി. ഇനി വെറുതെ എഴുതി സമയം കളയണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ദ സ്റ്റാഫിംഗ് ഇൻ ഡയറ്ററി സർവീസ്? ഞാൻ പറഞ്ഞല്ലോ, നേരെ പറഞ്ഞ കറക്റ്റ് ഓർഡർ ഒന്ന് നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ. Next, diet counseling can be give us diet counseling can be give us dash diet counseling can be give us outpatient diet clinics. Outpatient diet clinicകളിലൂടെ diet counseling provide ചെയ്യാം. Can give us outpatient diet clinics. ഓർഗാനോഗ്രാം പഠിക്കേണ്ടതാണോ മിസ്സേ? എന്തോ ഓർഗാനോഗ്രാം പഠിക്കേണ്ടതാണോ? അത് പഠിക്കണം കേട്ടോ. അതൊരു ഏത് ബാച്ചിനാന്ന് അറിയില്ല. അതിന്റെ ഡയറ്ററി സർവീസ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? ഇത് നോക്കിക്കോ. അത് പിന്നെ ഇനി ഓപ്ഷൻ എഴുതി തലയിരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തരും. ഡിസോർഡർ ആയിട്ടൊക്കെ ആയിരിക്കാം. ഇനിയിപ്പോ നമുക്ക് എഴുതി സമയവും കളയണ്ട. നിങ്ങൾക്ക് അതൊന്ന് കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അത് അങ്ങനെ ചോദിക്കുള്ളൂ. ഏത് ഓർഗാനോഗ്രാം ആണെങ്കിലും അതുമായിട്ട് കറക്റ്റ് എഴുതാന്നുള്ളതാണ് ചോദിക്കാറുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൈവേദനിക്കണ്ടോ? എഴുതി മടുത്തോ? ഇല്ല മിസ്സേ. Inpatient catering
Inpatient catering deals with the provision of meals to the patients who are dash in the hospital. Inpatient catering deals with the provision of meals to the patient who are dash in the hospital. Okay, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക വേഗം വേഗം. അപ്പൊ നിങ്ങൾക്ക് അത് who are dash in the hospital. Inpatient catering, first sentence okay. Admitted in the hospital. Patient who are admitted in the hospital. Okay, very good. Next question. Development of recipes, 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 according to the dash of patient. ഇതനുസരിച്ച് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ ഫങ്ഷൻസിൽ വരുന്നതാണ്. Nutritional needs of patient. ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ചാണ് റെസിപ്പി ഡെവലപ്പ് ചെയ്യുന്നത്. ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യന്റ്. Next question. In dietary department, meals are prepared in dietary department, meals are prepared by strict guidelines, STRICT, strict guidelines of the dash. ആർക്കുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ചാണ് മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ് ഓഫ് കണ്ടുപിടിക്ക്. പത്രം വായിക്കുമല്ലോ. റെഡിയാ? ആർക്കുടെ ഓർഡർ അനുസരിച്ചാ? In dietary departments, meals are prepared by strict guidelines of the physician return order. The physician's return order. Next question. Who comes under supervisor? The organogram ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Who comes under supervisor? ഓപ്ഷൻസ് ഞാൻ തരാം, ജസ്റ്റ് നിങ്ങൾ ഓർഗാനോഗ്രാം നോക്കാം. ഓപ്ഷൻ എ ഡയറ്റീഷ്യൻ. ഓപ്ഷൻ ബി കുക്ക്. Dietitian, cook. Option C, chief dietitian.
chief dietitian, D, none of the above. ആരാണ്? Who comes under the supervisor? cook, Who comes under the supervisor? വേഗം പറ, എന്ത് പറ്റി, വിശന്ന് തുടങ്ങിയോ? cook അല്ലേ മിസ്? എനർജറ്റിക് ആയിട്ട് ഇരിക്കണ്ടേ? ആ cook അല്ലേ? ആരാ? cook അല്ലേ? അതെ, കുക്കല്ലേ? ഇതെന്താ സംശയം? കുക്കാണ്. ഓക്കെ, ഉറപ്പിച്ചു പറയാം, കുക്ക് തന്നെയല്ലേ. Who comes under the supervisor? ഓപ്ഷൻസ് അത് ഡയറ്റീഷ്യൻ, കുക്ക്, ചീഫ് ഡയറ്റീഷ്യൻ, none of the above. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച രണ്ട് ക്ലാസ് കൊണ്ട് തീർക്കാം. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ എക്സാം ഉള്ളൂ കേട്ടോ. അപ്പത്തേക്ക് ഇതൊക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. കുറച്ച് ദിവസങ്ങളെ ഇനിയിപ്പോ നമ്മൾ കാണുള്ളൂ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഇനി ഏതാണ് എഴുതാത്ത? ലാസ്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാം. പിന്നെ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നേ, നമ്മൾ ആ ബാലൻസ്ഡ് ഡയറ്റില് നമ്മൾ 7 കമ്പോണൻസ് ഒക്കെ പറഞ്ഞല്ലോ, അതിനകത്തുള്ള ഒരു ഇതാണ്. നിങ്ങൾ എഴുതണമെന്നില്ല, ഒന്ന് നോക്കി. ഹൗ ഈസ് കാൽസ്യം യൂസ്ഫുൾ ടു അസ്? കാൽസ്യം എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. മെയിൻറ്റെയിൻ ഹെൽത്തി ഐസൈറ്റ്, മെയിൻറ്റെയിൻ ചെയ്യാൻ. ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ബ്ലഡ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മേക്ക് അവർ ബോൺസ് ആൻഡ് ടീത്ത് സ്ട്രോങ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. കാൽസ്യം ഇതിനായിരിക്കും ഓപ്ഷൻ സി. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ അതിനകത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. ബോൺസ്, ടീത്തിന്റെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മൂലകമാണ് കാൽസ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം നമ്മൾ ഒരുവിധമൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിന് മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാൻ ചെറിയ ഉണ്ടല്ലോ. ലാസ്റ്റിലത്തെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഫേസിങ്ങും പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയറും അതിൽ നിന്നൊക്കെ ഉള്ള ഒരു 5 ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഇട്ടേക്കാം. ഓക്കെ, നമുക്കിപ്പോ 5 മിനിറ്റ് ഉണ്ട് കാര്യം. പക്ഷെ എന്നാലും വേഗം എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോ. 2 പേരേ ഉള്ളൂ, ബാക്കി അവര് വിശന്നിട്ട് ചിലപ്പോ ലീവായി പോയതായിരിക്കും അല്ലെ, വിചാരിക്കാം. ഓക്കെ, ശിൽപ. ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ കൂടി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് ഏത് ദിവസം ഇനിയിപ്പോ നിങ്ങക്ക് മൺഡേ ഉണ്ടാവോന്ന് അറിയില്ല. ഇനി ട്യൂസ്ഡേ, വെൻസ്ഡേയോ എന്തായാലും അടുത്ത ആഴ്ച 1-2 ക്ലാസ് വേണം. എന്നാലാണ് ആ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ ശരിക്കും 4 ചാപ്റ്റർ ആയിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്, നമുക്ക് 4 ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 ചാപ്റ്ററും കഴിഞ്ഞു. ബ്ലഡ് ബാങ്ക് മുതലല്ലേ നമ്മൾ എടുത്തത്? നമുക്ക് അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. ബ്ലഡ് ബാങ്ക് മുതല് റേഡിയോളജി എടുത്തു, ബ്ലഡ് ബാങ്ക് എടുത്തു, ഡയറ്ററി എടുത്തു. പിന്നെ ഏതായിരുന്നു പറഞ്ഞ കൂടി ഉണ്ടായിരുന്നല്ലോ, CSSD എടുത്തു. ഇത്രയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും അശ്വതി മിസ്സിന് പാടില്ലാത്തത് കൊണ്ട് ഒരു റെസ്റ്റ് ഡോക്ടർ പറഞ്ഞേക്കണ കാരണം ടീച്ചറിന്റെ പെയിന്റിങ്ങിനുള്ള ഒരു ചാപ്റ്റർ ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ടീച്ചർ ഒരു ചാപ്റ്റർ അങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കാന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ച നമുക്ക് ആ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി ടൈം കളയണ്ട. നിങ്ങൾ എക്സാമിന്റെ ഡേറ്റ് വരാനും നോക്കണ്ട. പതുക്കെ കുറച്ച് പോർഷൻസ് ആയിട്ട് നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങിക്കോട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു. എന്ന ക്ലാസ് ഞാൻ വൈകിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.